സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഇന്ന് തുടക്കമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. എം.ടി. വാസുദേവൻ നായരുടെ വിമർശനം, അയോധ്യ പ്രതിഷ്ഠ അടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ അന്വേഷണവും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയായേക്കും. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ധാരാളം വിഷയം ചർച്ച ചെയ്യാനിരിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇതാ ഇന്ന് പുലർച്ചെ നമ്മൾ വാർത്തയൊക്കെ നൽകുന്നു. വീണയുടെ വിഷയം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ കാര്യപ്പെട്ട് ചർച്ച ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് യോഗത്തിനുണ്ടാകും അല്ലേ ഗോപാൽ? അത് രേഷ്മ, പിടിപ്പത് പണി സിപിഎമ്മിനുള്ള ഘട്ടത്തിലാണ് ഇന്ന് രാവിലെ വന്ന ഈ പുതിയ വാർത്ത. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന കാര്യത്തിൽ യാതൊരു ചർച്ചയും വേണ്ട. അതേ ദിവസം തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗവും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വിഷയം ഇന്ന് അജണ്ടയിലില്ല എങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനോടൊപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായേക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായ അജണ്ടകൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും, രണ്ട്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള തുടർ നടപടികളും ഒക്കെയാണ്. ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക തല ഒരുക്കങ്ങൾ എത്തരത്തിൽ ആരംഭിക്കണം എന്നത് തന്നെയാണ് പ്രധാന അജണ്ടയായി വരിക. ബൂത്ത് കമ്മിറ്റി മുതൽ സംസ്ഥാന തലത്തിൽ വരെ ഏത് തരത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം, എങ്ങനെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അടുത്ത മാസം ചിലപ്പോൾ ഈ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ നേരത്തെ തന്നെ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ സിപിഎം വിലയിരുത്തുന്ന പ്രധാന ഘടകം. സംസ്ഥാന തലത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല ഇടപെടലുകളും അതിൽ ഗുണം കണ്ടിട്ടുണ്ട് എന്നുമാണ് സിപിഎം പ്രധാനമായും വിലയിരുത്തുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി പറഞ്ഞു പോകാനുള്ളതും. കാരണം നവകേരള സദസ്സിൽ പൊതുസമൂഹത്തിനിടയിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതെല്ലാം സിപിഎമ്മിന് അനുകൂലമായ ഘടകമായി പരിവർത്തിക്കുമെന്നതാണ് ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്ന പ്രധാന ഒരു കാര്യം. നവകേരള യാത്ര വലിയ രീതിയിൽ മാറ്റമുണ്ടാക്കാൻ സംസ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് തൊട്ടു മുന്നോടിയായി തന്നെ നടന്ന ഈ യാത്ര സിപിഎമ്മിന്റെ സംഘടനാ സംവിധാനത്തെ ആകമാനം സംസ്ഥാന തലത്തിൽ ചലിപ്പിക്കുന്നതിനും അത് വലിയ നേട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിപാലിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ വിലയിരുത്തൽ. അതേ നിലപാട് തന്നെയാകും ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പ്രധാനമായും ഉയർന്നു വരിക. അതിൽ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു പൊതുചിത്രം ഇത്തരത്തിൽ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പൊതുചിത്രം ഇത്തരത്തിൽ തന്നെയാകും. കൂടാതെ എം.ടി. വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ച അതേ നയം തന്നെ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വരാനാണ് സാധ്യത. കാരണം 20 വർഷം മുൻപ് എം.ടി. വാസുദേവൻ നായർ ഇതേ സമാന വിഷയം ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ അതിൽ കക്ഷി ചേരേണ്ടതില്ല എന്ന് സിപിഎം അറിയിച്ചിട്ടുണ്ട്. അതേ നയം തന്നെ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഉയർന്നു. ശരി, സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരുമ്പോൾ പല വിഷയങ്ങൾ ചർച്ചയാകും. പ്രത്യേകിച്ച് ഇപ്പോൾ വീണയ്ക്കെതിരായ അന്വേഷണമൊക്കെ കേന്ദ്ര ഏജൻസി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിലവിലുള്ള അജണ്ടയോടൊപ്പം ഈ വിഷയം കൂടി ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ഷീല സനൽ നൽകിയത്.